ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. തപസ് കാലം ആരംഭിക്കുകയാണ്. വിഭൂതി ദിനം വന്നിരിക്കുന്നു. വിഭൂതിയിൽ നമ്മൾ നെറ്റിയിൽ പൂശുന്ന ഒരു നുള്ളു ഭസ്മം, അതൊരു വർഷം മുമ്പ് ഓശാന നാളിൽ പ്രദക്ഷിണത്തിന് വേണ്ടി നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ പൊൻവർണ്ണമുള്ള കുരുത്തോല കരിച്ചെടുക്കുന്ന അതിൽ തന്നെ എന്തൊരു സൗമ്യമായ മുന്നറിയിപ്പാണ്. ദൈവത്തിൻ്റെ പല തട്ടിലുള്ള അബ്സഡിറ്റി, ക്ഷണികത ഒക്കെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഒരു നുള്ളു ഭസ്മം. ഒരു നുള്ളു ഭസ്മത്തിൽ നമ്മളൊരു വീണ്ടും വിചാരത്തിൻ്റെ ഒരു 19 ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് ഇത്തവണത്തെ നോമ്പിന് നിങ്ങൾ കൊടുക്കുന്ന ത്രസ്റ്റ്? എനിക്ക് വേണ്ടി കരുതി വെക്കുന്നൊരു കാര്യം കുറച്ചുകൂടി നിശബ്ദതയ്ക്ക് ഇടം കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഞങ്ങളൊരു പള്ളി, ഞാൻ ജനിച്ചു വളർന്ന ആ ഇടത്തിലെ പള്ളി ഈ വിശുദ്ധവാര ആചരണത്തിൻ്റെ പേരിൽ ഇങ്ങനെ വളരെയേറെ കേളി കേട്ടൊരു പള്ളിയാണ്. പൂങ്കാവ് തങ്കി കണക്കൊക്കെ തന്നെ ഒരു പള്ളിയാണ്. അവിടെ യേശുവിൻ്റെയൊക്കെ ഒരു പാസ്കൃവൊക്കെ ഉണ്ട്. ശരിക്കും ഒരാളിങ്ങനെ മരിച്ചു കിടക്കുന്ന കണക്ക് അത്രയും ഇങ്ങനെ ജീവൻ തോന്നിപ്പിക്കുന്ന ഒരു ശില്പമൊക്കെ അത്. വളരെ വർഷങ്ങൾ തൊട്ട് ഇപ്പോഴുമൊക്കെ ഇങ്ങനെ അനവധിയായിട്ട് തീർത്ഥാടനം എത്തുന്നൊരു പള്ളിയാണ്. അപ്പോൾ ആ പള്ളിയിൽ ഈ കുരിശിൻ്റെ വഴി ശുശ്രൂഷകൾക്ക് വേണ്ടി ഒരു 19 വർഷം നിരന്തരമായിട്ട് ഗാനങ്ങൾ എഴുതിയ ഒരാളായിരുന്നു എൻ്റെ അപ്പൻ. ഈ ഒരു നോമ്പുകാലമൊക്കെ ആരംഭിക്കുമ്പോൾ പൊതുവെ അത്രയും സംഭാഷണങ്ങളൊന്നും ഏർപ്പെടാത്ത ഒരു നിശബ്ദത പുലർത്തിയിരുന്ന ഒരാളായിരുന്നു അപ്പൻ. പക്ഷെ അതങ്ങനെ പൂർണ്ണമാവുകയാണ്. ഒരു 40 ദിവസങ്ങൾ താൻ എന്തെഴുതണമെന്ന് ഓർത്തിട്ടും യേശുവിൻ്റെ ആ വ്യാകുലങ്ങളെ ധ്യാനിച്ചുമൊക്കെ അപ്പനൊരു വല്ലാത്തൊരു കാലം ചെലവഴിക്കുക. അതിൻ്റെ ഒടുവിലായിട്ട് ആ ഒരു ഹോളി വീക്കൊക്കെ ആരംഭിക്കുമ്പോഴേക്കും ഈ ഒരു 14 സ്ഥലങ്ങളൊക്കെ ഉള്ള ഇങ്ങനെ 40 സ്റ്റേഷൻസ് നമ്മൾ പറയുന്നത് ആ ഒരു ഗീതം എഴുതി തീർക്കും. അപ്പം എൻ്റെ മനസ്സിൽ ഈ ചെറുപ്പം തൊട്ടേ കാണുന്നൊരു രൂപം, നോമ്പുകാലം ആരംഭിക്കുമ്പോൾ ഉള്ളൊരു ഓർമ്മയെന്ന് പറയുന്നത് ഈ 40 ദിവസങ്ങൾ അപ്പം പുലർത്തിയ ഒരു നിശബ്ദയാണ്. എന്നിട്ടും അത്തരം പാഠങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ ചെറിയ പ്രായത്തിൽ നമ്മൾ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. ഇപ്പോൾ അത്തരം ചില പാഠങ്ങളുടെയൊക്കെ പൊരുൾ മനസ്സിലാകുമ്പോൾ ഈ ഒരു ദിവസങ്ങൾ കുറേ കൂടി നിശബ്ദതയിൽ ചിലവഴിക്കാമെന്നൊക്കെയാണ് മനസ്സുകൊണ്ട് കരുതുന്നത്. കാരണം നിശബ്ദത ഭയങ്കര ഹീലിംഗാണ്. നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് ഈ രോഗാതുരത ഉണ്ട് എന്നൊരു കണ്ടെത്തൽ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പം അതിന് കൂടുതൽ പരിക്കേൽപ്പിക്കാനായിട്ട് നമ്മുടെ ശബ്ദങ്ങൾ കാരണമാകുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ഹോസ്പിറ്റലുകളുടെയൊക്കെ അടുത്തായിട്ട് ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട്, ഈ ഉറക്കെ ഹോൺ ഉയർത്തരുന്നൊക്കെ ഉള്ള സൂചനകളുമായിട്ട്. ലോകം വലിയൊരു ആശുപത്രി വാടാണ്. ഇത്രയും ശബ്ദങ്ങൾ കൂടി ചേർന്നിട്ട് നമ്മുടെ ഒരു പത്തോളജിയെ കുറേ കൂടി കഠിനമാക്കുക. നമ്മുടെ ചില നഗരങ്ങളിലെങ്കിലും ഈ പറയുന്ന ശബ്ദത്തെ വിലക്കിക്കൊണ്ടുള്ള സയൻസ് കാണുന്നത് വളരെ പ്രതീക്ഷ തരുന്നതാണ്. തൃശ്ശൂർ റൗണ്ടിലൊക്കെ അത്തരം ചില ബോർഡ് കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മനസ്സുകൊണ്ട് ഓരോയിടത്തും ആ ഒരു ബോർഡ് പതിപ്പിച്ചാൽ നല്ല, അങ്ങനെ കുറച്ചുകൂടി നിശബ്ദമായിരിക്കും. ഒരു തെരുവിൻ്റെ ഓരത്തുള്ള നമ്മുടെ ഒരു മെസ്സിലിരുന്നുകൊണ്ടാണ് ഈ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്. ഒരു കാര്യം പറയാനും അത് നമുക്കൊന്ന് ചെയ്തെടുക്കാനും ഒക്കെ ആയിട്ട് എത്ര നേരം കാത്തിരുന്നിട്ടാണ് ഒരു നിശബ്ദ അന്തരീക്ഷത്തോടെ ഉണ്ടാകുന്നത്. ആരവങ്ങളിൽ നമുക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. വോയിസും നോയ്സും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെ. വേദപുസ്തകമൊക്കെ പറയുന്നത് ദെൻ ഹി ഹേർഡ് എ വോയിസ് എന്നൊരു വാക്കാണ്. ആ ഒരു വോയിസ് കേൾക്കാൻ വേണ്ടി യേശു മരുഭൂമിയിലേക്ക് പോവുകയാണ്. അങ്ങനെ യേശു മരുഭൂമിയിലേക്ക് പോയ ആ നിശബ്ദതയുടെ 40 ദിവസങ്ങളിൽ നിന്നൊക്കെയാണ് ഈ നോമ്പുകാലമൊക്കെ ഉണ്ടാകുന്നത്. നമുക്ക് എന്തുകൊണ്ട് കുറേ കൂടി നിശബ്ദതയ്ക്കൊരു ഊഴം കൊടുക്കാം. ചില രൂപതകളിലെങ്കിലും ഇങ്ങനെ ഡിജിറ്റൽ ഫാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഭംഗിയുള്ള ഒരു ഉപവാസം പറയുന്നുണ്ട്. ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ ഡിവൈസുകൾ കുറച്ചുകൂടി അതിൻ്റെ ഉപയോഗം കുറക്കുക, കുറച്ചുകൂടി
വായനയിലേക്ക് ശ്രദ്ധിക്കുക തുടങ്ങിയുള്ള കാര്യങ്ങൾ ശരിക്കും പ്രായോഗികമായിട്ട് നല്ലത് തന്നെ. യേശുവിനെ പല രീതിയിൽ നമ്മൾ സമീപിക്കുമ്പോൾ ഇങ്ങനെ നിശബ്ദതയുടെ മനുഷ്യനായിട്ടാണ് നമുക്ക് അദ്ദേഹത്തെ അവിടുത്തെ വെളിപ്പെട്ട് കിട്ടുക. ഉടനീളം അഗാധമായൊരു നിശബ്ദത. ഖലീൽ ജിബ്രാനൊക്കെ എഴുതുന്ന കണക്ക് അവനിലിങ്ങനെ നിശബ്ദത ഉണ്ടായിരുന്നു, അതുകൊണ്ട് നിഗൂഢതയും. എവിടെ നിശബ്ദതയുണ്ടോ അവിടെ നമ്മളെ ഇങ്ങനെ വിസ്മയിപ്പിക്കുന്ന, നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു നിഗൂഢത കൂടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളൊക്കെ ഒരു പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു കുറേ നല്ല പാട്ടുകളുമൊക്കെ ആയിട്ട് ചലച്ചിത്രം വന്നു. പനകത്തെ അന്ന് ഇപ്പോഴുമൊക്കെ പാട്ടിൻ്റെ വരികളാണ് നമ്മൾ കുറേ കൂടി ശ്രദ്ധിക്കുക. പൻവിയുടെ ആ വരികളിങ്ങനെയാണ്: ശബ്ദസാഗരത്തിനഗാധം നിശബ്ദ സാന്ദ്രതയല്ല. കേൾവി ഇല്ലാത്ത അല്ലെങ്കിൽ ശബ്ദം പോയ ഒരു പെൺകുട്ടിയെ കഥാപാത്രമാക്കി പശ്ചാത്തലത്തിൽ മുഴങ്ങുന്ന ഒരു പാട്ടായത്. എല്ലാ ശബ്ദസാഗരത്തിൻ്റെയും അഗാധം എന്ന് പറയുന്നത് ഈ നിശബ്ദതയാണ്. പതുക്കെ പതുക്കെ ആ നിശബ്ദതയിലേക്ക് സഞ്ചരിക്കുക എന്നുള്ളതാണ് ശരിയായ ആത്മീയയുടെ ദിശയെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ജോൺ ഓഫ് ദ ക്രോസിൻ്റെയൊക്കെ ചില വാക്കുകൾ നമ്മളിങ്ങനെ മോഹിപ്പിക്കും. അതിലൊന്നിങ്ങനെയാണ്: ഒടുവിൽ അവൻ എന്നെ ഒരു നീണ്ട നിശബ്ദതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓരോ ദിവസവും ഞാൻ വിചാരിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതവും ഇങ്ങനെ നിശബ്ദതയിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുക. അതിന് ഏറ്റവും ഉതകുന്ന, അതിനെ എംബലിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലമായിട്ട് ഈ തപസ്സിനെടുത്തതല്ല. ആ 40 ദിവസത്തെ നിശബ്ദയിൽ ആരംഭിക്കുന്ന ഒരു പുസ്തകമായിട്ടൊക്കെ സുവിശേഷം നമുക്ക് ഏത് ത്രസ്റ്റിലാണ് നമ്മൾ വായിക്കുന്നത് അത് വെച്ച് വായിക്കുമ്പോൾ, നിശബ്ദ വെച്ച് വായിക്കുമ്പോൾ അത് നിശബ്ദയുടെ തന്നെ വലിയ വാഴ്ത്തായിട്ടാണ് പുതിയ അനുഭവപ്പെടുന്നത്. ആ ഒരു 40 ദിവസത്തെ ഒരു ഏകാന്ത ജീവിതത്തിന് ശേഷം യേശു വരുന്നത് ഇങ്ങനെ നസ്രത്തിലെ ദേവാലയത്തിലേക്കാണ്. അവിടെ ഇങ്ങനെ പ്രവചനങ്ങളെടുത്ത് വായിക്കുക, പ്രവചനത്തിൻ്റെ ചുരുളെടുത്ത് വായിക്കുക, ഏശയുടെ പ്രവചനം എടുത്ത് വായിക്കുന്നത്. യേശുവിന് ഒരു 700 വർഷങ്ങൾക്കപ്പുറം ജീവിച്ചിരുന്ന ഒരാളാണ്. എന്നിട്ടും യേശുവിന് ഇത്രയും ഭംഗിയായിട്ട് അകക്കണ്ണിൽ അടയാളപ്പെടുത്തിയ വേറൊരു മനുഷ്യനില്ല. ഇങ്ങനെ വേദപുസ്തക വായനകളിലൊക്കെ ചിലപ്പോൾ ആ ഒരു വാക്കുപോലും ഉപയോഗിക്കാറുണ്ട്. ഗോസ്പൽ ഓഫ് ഐസയ എന്ന് പറയുന്ന ഒരു സൂചന. അത്രയും സുവിശേഷത്തോട് ചേർന്ന് നിൽക്കുന്ന, സുവിശേഷത്തെ തന്നെ നേരിൽ കണ്ടിട്ട് എഴുതുന്ന കണക്കൊരു ഒരു രചനയാണ് ഏശയുടെ പ്രവചനം എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ആത്മാവിലുണ്ട് ഈ ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും, അന്ധർക്ക് കാഴ്ചയും, മുടന്തർക്ക് നൃത്തവും ഒക്കെ കൊടുക്കാനായിട്ട് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞാൽ ആ ഭാഗം എടുത്ത് വായിക്കുമ്പോൾ പിന്നെ അതിൻ്റെ വിശദീകരണത്തിൻ്റെ മീതെ ഈ ആൾക്കൂട്ടത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടാകുന്നു. ആൾക്കൂട്ടം ഒടുവിൽ ക്ഷുഭിതരാകുന്നു. ആ അത്രയും വലിയ ക്ഷോഭത്തിനും ആരവങ്ങൾക്കിടയിലൂടെ യേശു ഇങ്ങനെ നടന്നു നീങ്ങിയെന്നാണ് വേദപുസ്തകം പറയുന്നത്. ഒരു നിശബ്ദതയുണ്ട്. ആ നിശബ്ദത ഉടനീളം പുലർത്തിയ യേശു, നമ്മൾ പറയുന്ന ഈ ദുഃഖവെള്ളിയിലാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ഒരു റീഡിങ് നമ്മൾ വായിച്ചെടുക്കുന്നത്. അവനിങ്ങനെ പീലാത്തോസിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. അവൻ്റെ നിശബ്ദത പീലാത്തോസിനെ ആശ്ചര്യപ്പെടുത്തുന്ന വേദപുസ്തകം പറയുന്നത്. ചില ആദ്യകാല മാൻസ്ക്രിപ്റ്റുകളിൽ കൈയെഴുത്ത് പ്രതികളുടെയൊക്കെ ട്രാൻസ്ലേഷൻ പറയുന്നത് അവൻ്റെ മൗനം ദേശത്തിൻ്റെ അധിപനെ നടുക്കിയെന്ന ഷോക്ക്. ഇത്രയും ആരവങ്ങൾ ചുറ്റിനും മുഴങ്ങുമ്പോൾ മനുഷ്യർ ഇങ്ങനെ അവന് വേണ്ടിയും അവനെതിരായിട്ടുമൊക്കെ സംസാരിക്കുന്നതിനിടയിലൂടെ ആരെക്കുറിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നത് അയാൾ പുലർത്തുന്ന നിശബ്ദമുണ്ട്. യേശു നമ്മുടെ ദുഃഖങ്ങൾ വഹിച്ചു, നമ്മുടെ പാപങ്ങൾ വഹിച്ചു എന്ന് പറയുന്നത് കണക്ക് ഞാൻ വിചാരിക്കുന്ന യേശു നമ്മുടെ ശബ്ദങ്ങളെയും വഹിച്ചു. എങ്ങുമെത്താത്ത ശബ്ദങ്ങളാണ്. സ്വയം വിശദീകരണത്തിന് വേണ്ടി നമ്മൾ ഉയർത്തുന്ന നിലവിളികളാണ്. നമ്മൾ ഓരോ ദിവസവും അനുവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള തർക്കങ്ങളാണ്. ഇതൊക്കെ യേശു ഷോൾഡർ ചെയ്തെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. എന്തുമാത്രം തർക്കങ്ങൾ പെട്ടു പോകുന്നതാണ് നമ്മുടെ ജീവിതം. ഇതിൻ്റെ ഭംഗിയൊക്കെ എടുത്തുന്ന ഈ തർക്കങ്ങളിൽ യേശു കാര്യമായിട്ട് ഇടപെട്ടിട്ടില്ല എന്നുള്ളതിൻ്റെ സൂചന വേദപുസ്തകത്തിലുണ്ട്. ഹി ഡിഡ് നോട്ട് ആർഗ്യൂ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. അത് അക്ഷരാർത്ഥത്തിൽ എടുക്കേണ്ട കാര്യമില്ല. തർക്കിക്കേണ്ട ഇടങ്ങളിൽ യേശു തർക്കിച്ചിട്ടുണ്ട്. ഒരു 12 വയസ്സുള്ളപ്പോൾ ഇങ്ങനെ ഈ ശാസ്ത്രികളുമൊക്കെ ആയിട്ട് തർക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെയും പലയിടങ്ങളിലായിട്ട് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഭംഗിയുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഹി ഡിഡ് നോട്ട് ആർഗ്യൂ. പ്രത്യേകിച്ചൊരു ഗതി നിശ്ചയിക്കാത്ത, പ്രത്യേകിച്ചൊരു ദിശയെ നിർണ്ണയിക്കാത്ത, ഒന്നും കൺസ്ട്രക്റ്റീവ് അല്ലാത്ത അത്തരം തർക്കങ്ങളിൽ നിന്ന് യേശു അകന്നു മാറി. അത് വാസ്തവത്തിൽ നമുക്കുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. എൻ്റെ ചെറിയ പ്രായം തൊട്ടുള്ള ഏറ്റവും വലിയൊരു വിഷമം
ഈ പേരൻസിൻ്റെയൊക്കെ തർക്കങ്ങളാണ്. ചിലപ്പോൾ ശബ്ദമുള്ളതായിരിക്കാം, നിശബ്ദമായിരിക്കാം. എന്തായാലും ഈ തർക്കങ്ങൾക്കിടയിൽ ഈ കുട്ടികളുടെയൊക്കെ ഒരു ഭംഗിയുള്ള കാലം കടന്നു പോയെന്നുള്ളതിൻ്റെയൊക്കെ ഒരു കാര്യമാണ് ഞാൻ ഇപ്പോഴും ഒക്കെ പേരൻസിനോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ഒരു തർക്കവും ഈ സൗമ്യമായിട്ട് അവസാനിക്കുന്നില്ല. അത് ആരംഭിക്കുമ്പോൾ അതിനകത്തൊരു സൗഹൃദം ഉണ്ടാകുന്നു. കുറേ കഴിയുമ്പോൾ നിങ്ങൾ പരമാവധി ഇങ്ങനെ നമ്മൾ പറയുന്ന കണക്ക് ഒരു തരം ശത്രു എന്ന് പറയുന്ന തലത്തിലേക്ക് മാറുന്നത്. നിങ്ങൾ സിബ്ലിങ്സ് ആവാം, അച്ഛനും മകനും ഇടയിലാവാം, പങ്കാളികൾക്കിടയിലാവാം. ഈ തർക്കം മുമ്പോട്ട് പോകുന്ന അനുസരിച്ചിട്ട് നമ്മൾ ഈ സിദ്ധാന്ത കവിതകളൊക്കെ പറയുന്ന കണക്ക് നമ്മളിങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ പ്രാവൻതൂലുകൾക്കിടയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ കഴുകൻ സൂചനകൾ പുറത്തേക്ക് വരുന്നു. നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ വഴികൾ ഒളിപ്പിച്ച് വെച്ച കാട് പുറത്തേക്ക് വരുന്നു. ഭയപ്പെടേണ്ട ഒരു കാര്യമാണ് തർക്കം എന്ന് പറയുന്നത്. ഒരു തർക്കത്തിലൊക്കെ എത്ര ദീർഘമായ പ്രണയകാലം, സ്നേഹകാലം, പരിണയകാലമൊക്കെ മനുഷ്യൻ മറന്നു പോകുന്നു. അപ്പോൾ ഈ തർക്കവുമായിട്ട് ബന്ധപ്പെട്ട് യേശു പുലർത്തിയ ഒരു നിലപാട് നമുക്ക് ഒരു കോഷനായിട്ട് എടുത്താന്നല്ല. ഹി ഡി നോട്ട് ആർഗ്യൂ, അവൻ തർക്കിച്ചിട്ടില്ല. അവൻ്റെ നിശബ്ദത, അവൻ്റെ നിശബ്ദതയെക്കുറിച്ച് ഇങ്ങനെ ഏഷ്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ബലിക്ക് വേണ്ടി കൊണ്ടുപോയ കുഞ്ഞാട് ഇങ്ങനെ കൊതറിയിട്ടില്ല. നിങ്ങൾക്ക് പരിചയമുള്ള ഏതെങ്കിലും ഒരു തെരുവിൽ ഇങ്ങനെ ഇറച്ചിമുട്ടിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മൃഗം, ഒരു ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ കുതിറാത്ത കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ കുതിറാത്ത ഒരു മനോഭാവമുണ്ട്. അത് കുതിറുമ്പോൾ നമ്മളെ തന്നെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ, നമുക്ക് വേണ്ടി മുഷ്ടി ചുരുട്ടി വാദിക്കുമ്പോഴൊക്കെ ഒന്ന് ഓർത്താൽ നല്ല, അവൻ കുതിറിയിട്ടില്ല എന്ന് പറയുന്ന സംഭവം. സത്യമേ പ്രായോഗികമായിട്ട് പോലും അതിനകത്ത് കാര്യമായ ഫലമില്ല. ഒരു തർക്കമൊക്കെ വരുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു യുക്തി പോലും ഏറ്റെടുക്കാൻ പറ്റുന്ന പരുവത്തിലല്ല ഈ വല്ലാതെ ഈ തീയിൽപ്പെട്ടു പോയ മനുഷ്യർ, കത്തി നിൽക്കുന്ന മനുഷ്യർ, ഇൻഫ്ലെയിംഡായ മനുഷ്യരാണ്. അവർക്കൊരു കാര്യത്തിൻ്റെ യുക്തിബോധം ഉണ്ടാവില്ല. അപ്പോൾ ഒരു പ്രായോഗികമായിട്ട് പോലും അതിങ്ങനെ അവനവൻ്റെ ഊർജത്തിൻ്റെ വലിയൊരു വേസ്റ്റായിട്ടാണ് പലപ്പോഴും അനുഭവപ്പെടുന്നത്. യേശു ഇങ്ങനെ പുലർത്തിയ ഒരു കുലീനമായ മൗനം, കുലീനമായ നിശബ്ദത, അതിങ്ങനെ പീലാത്തോസിനെ അത്ഭുതപ്പെടുത്തി എന്ന് പറയുന്നതിൻ്റെ ആ പശ്ചാത്തലം എന്താ? ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് ഏതെങ്കിലും തരത്തിലൊക്കെ ഇങ്ങനെ യേശുവിനെ പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന്, പുറത്തേക്ക് മോചനം ഉറപ്പ് വരുത്തണമെന്നൊക്കെ ഒരു ധാരണ എങ്ങനെയോ പീലാത്തോസിൽ രൂപപ്പെട്ടിട്ടുണ്ടാകും. അതിന് കാരണം അയാളുടെ മേശപ്പുറത്തുള്ളൊരു കുർബാനമാണ്. ഭാര്യ ക്ലോഡിയ ഒരു കത്തെഴുതിയിട്ടുണ്ട്. നിങ്ങൾ വിധിക്കാൻ പോകുന്ന നീതിമാൻ ഉറക്കത്തിൽ വന്നിട്ട് എന്നെ ഒത്തിരി ക്ലേശിപ്പിച്ചു. അപ്പോൾ ഈ റോമാക്കാരാണ്, അവർക്ക് ഈ അടയാളങ്ങൾ വലിയ വിശ്വാസമാണ്, യോമനുകളിലൊക്കെ വിശ്വാസം. ഐസബ് മാർച്ചൊക്കെ നമ്മൾ ഈ സാഹിത്യത്തിലൊക്കെ പഠിച്ചിട്ടില്ലേ? അതുകൊണ്ട് അതിനെ ഇങ്ങനെ ബൈപ്പാസ് ചെയ്യാന്നുള്ള എളുപ്പമല്ല. ഇപ്പം എന്തെങ്കിലും ലളിതമായൊരു ചോദ്യം ചോദിച്ച് യേശുവിനെ പുറത്തേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു പീലാത്തോസിൻ്റെ ഉദ്ദേശം. എന്നിട്ടോ അതിനോടൊന്നും യേശു ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് പോലും നമുക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വാക്ക് നമ്മൾ വായിച്ച് കേൾക്കുന്നത്, അവൻ്റെ മൗനം ദേശത്തിൻ്റെ അധിപനെ ആശ്ചര്യപ്പെടുത്തി. നീ ഇത് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ചെയ്തില്ല എന്ന് പോലും പറയുന്നില്ല. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, മലയാള സാഹിത്യത്തിൽ എനിക്ക് ഏറ്റവും താല്പര്യമുള്ള കുറച്ചൊരു ഒബ്സഷനുള്ളൊരു വ്യക്തി എന്ന് പറയുന്നത് ഇങ്ങനെ ഒ. വിജയൻ്റെ എഴുത്തുകളുള്ള. ഒ. വിജയൻ കാര്യമായിട്ട് ഇങ്ങനെ യേശുവിനെക്കുറിച്ച് എഴുതിയിട്ടില്ലെന്നൊക്കെയാണ് പൊതുവെ വിചാരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം അധികം കണ്ടെത്താനും പറ്റിയിട്ടില്ല. പക്ഷെ എല്ലാ അളവിലും, ഏതൊക്കെ അളവിൽ ഇങ്ങനെ യേശുബോധം ഈ മനുഷ്യൻ്റെ എഴുത്തുകളുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കുട്ടികൾക്ക് പഠിക്കാൻ കൂടി ഒരു കഥയാണ് ഈ കടൽ തീരത്ത് എന്ന് പറഞ്ഞൊരു കഥ. ഇതിങ്ങനെ വെള്ളായി അപ്പൻ എന്ന് പറയുന്ന ഒരാൾ തൻ്റെ തൂക്കുമരത്തിന് വിധിക്കപ്പെട്ട മകനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ മകനെ കാണാനായിട്ട് പോകുമ്പോൾ അയാളിങ്ങനെ അവന് വേണ്ടിയുള്ള പൊതിച്ചോറൊക്കെ കരുതുന്നുണ്ട്. അവസാനമായിട്ട് അവൻ്റെ അമ്മ കൊടുത്തു വിടുന്നതാണ്. അതിങ്ങനെ ദീർഘമായ യാത്രയിൽ ഇനിയിപ്പോൾ ഭക്ഷണയോഗ്യം പോലും ആവണമെന്നില്ല. അപ്പം അച്ഛനും മോനും കൂടി കാണുമ്പോൾ അച്ഛൻ മകനോട് ചോദിക്കുന്നുണ്ട്, മോനെ നീ ഇത് ചെയ്തോ? എനിക്കറിയില്ല അപ്പ എന്ന് പറയുന്ന ആ നിസ്സഹായതയിൽ, നിശബ്ദതയിൽ, ഇത്രയൊക്കെ കാര്യമായിട്ട് ഇങ്ങനെ യേശുവിനെ കുറിച്ച് ചിന്തിക്കാത്തടത്തൊരു കാലത്ത് പോലും ഇങ്ങനെ പെട്ടെന്ന് യേശു എന്ന് പറഞ്ഞൊരു ബോധം ഉള്ളിലോട്ട് വരുന്ന, ഇതൊരു വിശദീകരണം ചെയ്യുന്നില്ല, ഇങ്ങനെ ചെയ്തില്ലെന്ന് പോലും പറയുന്നില്ല, എനിക്കറിയില്ലപ്പ.
അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് യേശു ഉത്തരം കൊടുത്തിരുന്നെങ്കിൽ അതൊരു ട്രയൽ ഡ്രാമയാണ്. ആ വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാന്നുള്ളൂ. വിചാരണ നാടകമാണ്. കാരണം ആരാരെ വിധിക്കുന്നുള്ളത് നമുക്ക് പിടുത്തമില്ല. ആരാരെയാണ് വിധിക്കുന്നത്? നിഷ്കളങ്കതയുടെ ആൾരൂപമായിട്ടൊരു ചെറുപ്പക്കാരൻ മുമ്പിൽ നിൽക്കുക. ആരെന്നിൽ കുറ്റം ആരോപിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ ലോകത്തെ നോക്കി പുഞ്ചിരിക്കാൻ മാത്രം പരുവത്തിലുള്ള ആത്മവിശ്വാസമുള്ള ഒരാളാണ്. ചെന്നാൽ പരിസരമല്ല, കണ്ണാടിന് മുമ്പ് നിൽക്കുമ്പോൾ കണ്ണാടി പോലും എന്നെ കുറ്റപ്പെടുത്തുന്നില്ല. അത്രയും ഉയരത്തിലൊരു മനുഷ്യൻ നിൽക്കുമ്പോൾ ഒരു ഭരണകൂടത്തിൻ്റെ ഒരു അധികാരി അയാളെ വിധിക്കാൻ പോവുകയാണ്. അപ്പോൾ ആരാരെ വിധിച്ചു എന്നുള്ളതൊക്കെ വലിയൊരു പശ്ചാത്തലത്തിൽ നിൽപ്പുണ്ട്, വലിയൊരു പ്രശ്നമായിട്ട് പശ്ചാത്തലത്തിൽ നിൽപ്പുണ്ട്. അപ്പോൾ യേശു ഉത്തരം കൊടുത്തിരുന്നെങ്കിൽ അത് അവസാനിക്കാൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. യേശുവിനോട് അയാൾ പറയും, ചെറുപ്പക്കാരാ, നിൻ്റെ മോചനത്തിൻ്റെ വഴി തുറന്നു കിടക്കുന്നുണ്ട്, പുറത്തേക്ക് പോയിക്കൊള്ളുക. പോകുമ്പോൾ ആൾക്കൂട്ടത്തിൻ്റെ ഒരു പിന്നിലായിട്ട് ഏതാനും സ്ത്രീകൾ നിൽപ്പുണ്ട്. അതിൽ ഒരാൾ എൻ്റെ ഭാര്യ ക്ലോഡിയാണ്, അവൾക്ക് നിങ്ങളോട് വലിയ മതിപ്പാണ്, അവളെ കൂടി കണ്ടോളൂ എന്ന് പറഞ്ഞ് തീരേണ്ട ഒരു വിചാരണ നാടകമാണ് യേശുവിൻ്റെ നിശബ്ദതയിൽ ഗതി മാറുന്നത്. യേശയ്യായുടെ പ്രവചനം പൂർത്തീകരിക്കപ്പെടുകയാണ്. നിശബ്ദതയുടെ ആഴം നമുക്ക് വെളിപ്പെട്ട് കിട്ടുകയാണ്. അവൻ്റെ മൗനം ദേശത്തിൻ്റെ അധിപനെ ആശ്ചര്യപ്പെടുത്തി. ഗിരിപ്രഭാഷണത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു ദുഃഖവെള്ളി എന്നാണ് പറയുന്നത്. ഗിരിപ്രഭാഷണത്തിൽ യേശു പറയുന്ന ഒരു 3 കാര്യങ്ങളുണ്ടല്ലോ. നിന്നോട് ഒരു കാത നടക്കാൻ ആവശ്യപ്പെടുന്നതിനോടൊപ്പം 2 കാത നടക്കുക, നിൻ്റെ ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടി കാണിച്ചു കൊടുക്കുക, വലത് കരണത്തടിക്കുന്നവന് ഇടത് കരണം കാണിച്ചു കൊടുക്കുക. ഇതെല്ലാം ഇങ്ങനെ അച്ചട്ടായിട്ട് പൂർത്തിയാവുന്ന ദിവസമാണ് ദുഃഖവെള്ളി. എന്താണ് ഈ 3 കാര്യങ്ങൾ? അതിൻ്റെ ഒരു ഓർഡർ അനുസരിച്ചിട്ട് ആദ്യം പറയുന്നത് ഇങ്ങനെ വലത് കരണത്തടിക്കുന്നവന് ഇടത് കരണം കാണിച്ചു കൊടുക്കുക എന്നുള്ള. നിങ്ങൾക്കെന്തെങ്കിലും ഒരാളെ കൈവച്ചതിൻ്റെ ഒരു ഓർമ്മ കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എതിരെ നിൽക്കുന്ന ആളുടെ ഇടത് കരണത്തടിക്കുക എന്നുള്ളത് എളുപ്പമല്ല. പിന്നെ ചെയ്യാവുന്നൊരൊറ്റ കാര്യമേ ഉള്ളൂ, ഈ വലത് കരത്തിൻ്റെ പിൻഭാഗത്ത് കൊണ്ട് അടിക്കുക. എൻ്റെ അർത്ഥം നിങ്ങൾക്കൊരു അടിക്കുള്ള ഒരു യോഗ്യത പോലുമില്ല. അപമാനത്തെ ചോളിപ്പോകാത്ത ഏത് മനുഷ്യനാണ് ഉള്ളത്? നമ്മൾ ചിലപ്പോൾ പറയാറില്ല, അവനെ അടിച്ചെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അവനെ അപമാനിച്ച രീതി. രണ്ടാമതായിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു കാലം നടക്കാൻ ആവശ്യപ്പെടുന്നപ്പോൾ 2 കാലം നടക്കുക. ഒരു കാലം എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഒന്നാം മൈൽ. 2ാം മൈൽ എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വമാണ്. യേശു ഒരിക്കലും തൻ്റെ 1ാം മൈൽ ജീവിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ദ മാൻ ഫോർ ദി അതർ. ഈ അവരിന് വേണ്ടിയുള്ള നരനായിരുന്നു അവൻ. 3ാമതായിട്ട് ഈ ഉടുപ്പെടുക്കുന്നവന് മേലങ്കി കൂടി കൊടുക്കുക എന്ന് പറയുന്നത്. ഉടുപ്പെന്ന് പറയുന്നത് ആ ദേശത്തെ പാവപ്പെട്ട മനുഷ്യ പണയ വസ്തുവായിരുന്നു. പല രീതിയിൽ നമ്മളത് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ ഉടുപ്പിന് എന്തെങ്കിലും മൂല്യമുള്ളത് കൊണ്ടല്ല, തണുപ്പുള്ള രാജ്യമാണ്, നല്ലതുപോലെ തണുപ്പാണ്. അപ്പോൾ തണുത്ത് വിറക്കുമ്പോൾ ഈ പണയം വെച്ച ഉടുപ്പ് തിരിച്ചെടുക്കാനുള്ള ബാധ്യതയുള്ളത് കൊണ്ട് തിരിച്ചെടുക്കുമെന്ന് ഉറപ്പുള്ളൊരു പണയവസ്തുവാണ് ഈ ഉടുപ്പെന്ന് പറയുന്നത്. അപ്പോൾ അർഹതയുള്ള കാര്യമാണ്. അപമാനങ്ങളെ ഇങ്ങനെ കുലീനമായിട്ട് സ്വീകരിക്കുക, തൻ്റേതല്ലാത്ത ഒരു 2ാം മൈൽ ജീവിക്കുക, തനിക്ക് അർഹതയുള്ള കാര്യങ്ങൾ പോലും വേണ്ടെന്ന് വെക്കുക എന്ന് പറഞ്ഞാൽ ആ 3ാമത്തെ കാര്യത്തിനകത്തുനിന്നാണ് യേശു നിശബ്ദത വരുന്നത്. ഒരാൾക്ക് അയാളെ തന്നെ വിശദീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ചില മനുഷ്യർ ഒരു വിശദീകരണം കൊടുക്കാതെ ഇങ്ങനെ നിശബ്ദരായിട്ട് നിൽക്കുന്നു. ഒരു പക്ഷേ കാലവും ദൈവവും ഒക്കെ അവരുടെ ഉള്ളിൽ അവർക്ക് വേണ്ടി സാക്ഷ്യം പറഞ്ഞിരിക്കാം. കുറേ കൂടി നിശബ്ദത ഉണ്ടാവട്ടെ, കുറേ കൂടി സൗഖ്യമുണ്ടാവട്ടെ. ആമേൻ.